പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ ആദർശ് അവിടെയൊക്കെ നടന്നു വരും. നീ ആരെയാണ് ഫോൺ വിളിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ആരെയും ഫോൺ വിളിക്കുന്നില്ല എന്ന് പറയും. നീ ആരെയാണ് വിളിക്കുന്നതൊക്കെ എനിക്കറിയാം, നിനക്ക് ഞാൻ ജോലി ഓഫർ ചെയ്തതല്ലേ, അത് വേണ്ടെന്ന് വെച്ചിട്ട് നീ വല്ലവരോടും ജോലി യാചിക്കുകയാണോ എന്ന് പറയും. എന്തായാലും എനിക്ക് ആ ജോലി വേണ്ട എന്ന് പറയുകയാണ്. അത് അമ്മ സമ്മതിച്ചതാണ് നിനക്ക് ആ ജോലി തരാൻ, എന്നിട്ട് നീ എന്താണ് ജോലി വേണ്ടാത്തതെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പം തൽക്കാലം എനിക്ക് ആ ജോലി വേണ്ട, ഡിസൈൻ വല്ലതും വരുവാണെങ്കിൽ ഞാൻ വരച്ച് തരാം, അതിനെനിക്ക് പൈസയൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നിൻ്റെ വീട്ടിലെ കടം എങ്ങനെ വീട്ടും, അത് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിക്കോളാമെന്ന് നയന പറയുന്നു. നിൻ്റെ ഈ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണമെന്ന് ആദർശ് പറയും. എനിക്ക് അഹങ്കാരമൊന്നുമില്ല, എന്താ പാവങ്ങളായ ഞങ്ങൾ കുറച്ചൊക്കെ അഹങ്കരിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. തുടർന്ന് എങ്ങനെയെങ്കിലും ഞാൻ കടമൊക്കെ വീട്ടിക്കോളാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് നടന്നു പോകുന്നു. തുടർന്ന് കാണിക്കുന്നത് അബി കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ വരുന്നതാണ്. അപ്പം റൂമിലേക്ക് കയറി വരുന്നു, അതായത് കള്ളു കുടിച്ച് ബിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ട് നവ്യ ചോദിക്കും, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് പറയും. അതേ, എനിക്കൊരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് കഴിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനെ അബി വന്നിട്ട് എൻ്റെ ചക്കരയെ മുത്ത എന്നൊക്കെ പറഞ്ഞ് നവ്യെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പം എന്നിട്ട് ബോധമില്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട്. നവ്യെ അങ്ങ് പുകഴ്ത്തുക, നിന്നെപ്പോലൊരു സുന്ദരിയായ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല എന്ന്, പിന്നെ ഇതുപോലെ നമുക്കുണ്ടാകുന്ന കുഞ്ഞും നിന്നെപ്പോലൊരു സുന്ദരി ആയിരിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഇത് കണ്ടു കഴിയുമ്പം നവ്യയ്ക്ക് കുരുട്ടുബുദ്ധി വരും. എന്തായാലും ഒത്തിരി നാളായി എന്നെ സ്നേഹിച്ചിട്ട്, അപ്പോൾ ഈ അവസരം എങ്ങനെയെങ്കിലും മുതലാക്കണമെന്ന് പറയുന്നു. അപ്പം എന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് കട്ടിൽ കയറി കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പിണക്കം എല്ലാം മാറി ഒരുമിച്ച് കിടക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നയന ഇങ്ങനെ പഴയ ഓർഡർ തന്നുകൊണ്ടിരിക്കുന്ന ആളെ വിളിക്കുക. അതായത് ഗോവിന്ദൻ ഓർഡർ കൊടുത്തിട്ട് ഗോവിന്ദൻ വേണ്ട എന്ന് പറഞ്ഞ് അയച്ച ആളെ വിളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നയനെ വിളിച്ചത്, എന്തുണ്ട് സാർ വിശേഷം, ഇപ്പോൾ പഴയ പോലെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്ന് പറയും. അത് മോളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്, ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അതിന് സാറ് വീട്ടിൽ പോയായിരുന്നു എന്ന് ചോദിക്കും. അതെ, ഞാൻ പോയായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ലക്ഷങ്ങൾ ഓർഡറായിരുന്നു. ആ ഓർഡർ കൊണ്ട് ചെന്നപ്പോൾ നയനമോൾ ഇല്ലാത്തതുകൊണ്ട് ആ ഓർഡർ അച്ഛൻ ഏറ്റെടുത്തില്ല. പിന്നെ നയനമോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനും വേണ്ടെന്ന് വെച്ചു. അങ്ങനെയൊന്നും പറയരുത് സാർ, ഞാൻ ആ ഓർഡർ ഏറ്റെടുത്തോളാം. എന്തായാലും അച്ഛൻ തന്നെ ആ ഓർഡർ കൊടുക്കണം, ഞാൻ തന്നെ വന്നത് ചെയ്തു തരാമെന്ന് പറയുകയാണ്. എങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആലോചിക്കുകയൊന്നും വേണ്ട സാറിന്, എന്തായാലും തീർച്ചയായും ഞാൻ തന്നെ വന്ന് ചെയ്തു തന്നോളാം എന്ന് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് അബി രാവിലെ ബോധം വരുന്നതാണ്. അതായത് കള്ളു കുടിച്ചിരുന്ന രാത്രി വന്ന് കിടന്നിട്ട് ബോധം രാവിലെ വരുന്നു. അപ്പം നമ്മൾ അടുത്തുണ്ട്. എന്നിട്ട് ചോദിക്കും, ഇന്നലെ ഞാൻ എപ്പോഴാണ് വന്ന് കിടന്നതെന്ന് ചോദിക്കും. മദ്യലഹരിയിൽ നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു, എന്തായാലും ഇന്നലത്തെ രാത്രി എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം അബി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും ഇന്നലെ രാത്രി സംഭവിച്ചത് എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഒന്നും പിടികിട്ടുന്നില്ല. അതിനുശേഷം ആദർശ് ഇങ്ങനെ ഹാളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നയനെ അവിടേക്ക് വരുന്നുണ്ട്. നയനെ അവിടേക്ക് വന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നത്. അതായത് അച്ഛന് വയ്യാതിരിക്കുകയല്ലേ, അപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ കമ്പനിയിലൊരു ജോലി തരാമെന്ന്, നിനക്ക് ഞാൻ ഓഫർ ചെയ്തല്ലോ, നിനക്കത് വേണ്ടല്ലോ. അത് വേണ്ടാത്തത് കൊണ്ടല്ല, എന്തായാലും ഇത് വലിയൊരു ഓർഡറാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വെച്ചത്. പിന്നെ അച്ഛന് ഒറ്റയ്ക്ക് അത് ചെയ്ത് തീർക്കാനും പറ്റില്ല, അപ്പോൾ പിന്നെ ഞാൻ സഹായിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ അനന്തപുരി തറവാടിന് ചേർന്നൊരു ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ നമ്മുടെ അന്തസ്സിന് ചേർന്നൊരു ജോലി ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പം നയന പറയും, നമ്മുടെ അന്തസ്സിന് ചേർന്ന് എന്താ ശില്പം ഉണ്ടാക്കുന്ന അന്തസ്സില്ലാത്തൊരു ജോലിയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയും, നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല, എന്തായാലും നീ പോയിട്ട് വാ എന്ന് പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ അപ്പുറത്ത് നിന്ന് അബി കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന അറുമുഖൻ ഗോവിന്ദൻ്റെ വീട്ടിൽ വരുന്നതാണ്. വീട്ടിൽ വന്നിട്ട് എന്താ സാർ വീണ്ടും വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഓർഡർ നിങ്ങൾക്ക് തന്നെ തരാമെന്ന് കരുതി വന്നതാണ് സാറ്, എന്തായാലും ഞാൻ ചെയ്തു തരാമെന്നുള്ള രീതിയിലാണ് ഓർഡർ എങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാം എന്ന് പറയുന്നു. അതല്ല, നയനമോൾ ഇന്നലെ വിളിച്ചായിരുന്നു, നയനമോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു, മോൾ ഇവിടെ വന്നിരുന്ന് ചെയ്തോളാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, അതൊന്നും വേണ്ട സാർ, അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നു. നയനമോൾ വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നതെന്ന് പറയുന്നു. എന്തായാലും ഞാൻ ചെക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തന്നിട്ട് ഓർഡർ കൂടെ തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഗോവിന്ദൻ അത് സമ്മതിക്കുന്നില്ല. ഇപ്പം അന്നേരം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനെ അവിടേക്ക് കയറി വരുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് വരുന്നത്. ഓർഡർ വേണ്ട, മോൾ ഇവിടെ വന്ന് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നു. അപ്പം ഇത് കേട്ടിട്ട് നയനയ്ക്ക് സങ്കടമാവും. അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് അച്ഛനത് വേണ്ടെന്ന് പറയുന്നു. ഒന്നാമതേ അനന്തപുരി തറവാട്ടിലെ മരുമോൾ ഇവിടെ വന്ന് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊന്നും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗോവിന്ദൻ കട്ടായം പിടിച്ച് നിൽക്കുകയാണ്, എനിക്ക് ഓർഡർ വേണ്ട, എന്തായാലും നയനമോൾ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞത് നിൽക്കുക. അപ്പോൾ എന്ത് കേട്ടിട്ട് നയനയ്ക്ക് വിഷമമാവും. നയന പറയും, അങ്ങനെയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കും, ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, ഇനി മേലെ ഞാൻ ഈ വീട്ടിലേക്ക് വരികയില്ല എന്ന് പറയുന്നത്. അതായത്
ഈ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി അച്ഛനും അമ്മയും എന്നെ തിരക്കി അങ്ങോട്ട് വരികയും വേണ്ട, ഞാൻ ഇങ്ങോട്ട് വരികയില്ലെന്ന് പറയുന്നു. എന്നിട്ട് നയനെ അങ്ങ് നടന്നു പോവുക. അപ്പോൾ ഗോവിന്ദൻ പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിൽക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ നയനയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നയനെ സമ്മതിക്കുന്നില്ല. അവസാനം നയനയുടെ നിർബന്ധപ്രകാരം ഗോവിന്ദൻ ഓർഡർ ഏറ്റെടുക്കുകയാണ്. ഓർഡർ ഏറ്റെടുത്തിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. ചെക്കൊക്കെ വാങ്ങുന്നു. അതിനുശേഷം കാണിക്കുന്നത് അഭിയും ജലജയും കൂടെ നയന വീട്ടിൽ പോയ കാര്യം ദേവയാനിയോട് പറയുന്നതായിട്ടാണ്. അപ്പോൾ ദേവയാനി ഇതൊന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ കളിച്ചു നിൽക്കുകയാണ്. ഒന്നാമത് ഇന്നലത്തെ പ്രശ്നം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് ദേവയാനി. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുകയാണ്. നിൻ്റെ മോന് നിന്നേക്കാൾ ഇഷ്ടം അവളോടാണ്, നീ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അവളോടാണ് താല്പര്യം, അല്ലാതെ അമ്മയോടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് അവിടേക്ക് വരും. ഞാൻ മൊബൈൽ കൊടുത്തിട്ടുണ്ടല്ലോ അവൾക്ക് അത് കണ്ടാൽ പോരെ, അതിൽ വിളിച്ച് സംസാരിച്ചാൽ പോലെ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ അവളെ നീ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ട് ആദർശ് പറയും അവിടെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പോയതാണ് എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് വയ്യ എന്നുണ്ടെങ്കിൽ വല്ല മാറാരോഗമായിരിക്കും, അതുകൊണ്ടൊക്കെ ഇനി ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെയുള്ള പ്രായമുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ നീ അവളെ ഈ പറഞ്ഞു വിടുന്നത്, എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് മുത്തശ്ശി വരും. മുത്തശ്ശി വരുന്ന കാര്യം അറിഞ്ഞിട്ട് അന്നേരം പറയും, അതിനെന്താ അമ്മമാർക്ക് വയ്യാതായാൽ മക്കൾമാരല്ലേ പോയി ശുശ്രൂഷിക്കേണ്ടത്, ചിലപ്പോൾ 1-2 ദിവസം അവിടെ നിൽക്കേണ്ടി വരും, അതിനിപ്പോൾ ആരും ഇവിടെ തർക്കവും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അതിൽ ആദർശേ 2 ദിവസം അവളവിടെ നിൽക്കുന്നതിൽ എന്തായാലും ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചാൽ അവളുടെ അമ്മയല്ല തളർന്ന് കിടക്കാൻ പോകുന്നത്, നിൻ്റെ അമ്മയായിരിക്കുമെന്ന് ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതിന് എനിക്കൊന്നും മറുപടി പറയാനൊന്നുമില്ല ദേവയാനി പറയുന്നത്. മുത്തശ്ശി ഇത് കേട്ട് പറയുന്നുണ്ട്, അല്ല ദേവയാനി പറയുക, പിൻവാതിലിലൂടെ കയറി വന്നവൾക്ക് ഇത്രയൊക്കെ സ്വാതന്ത്ര്യം മതി, ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ പിൻവാതിലിൽ കൂടെ ഒന്നും അല്ല വന്നത്, അവൾ അന്തസ്സുള്ള ഒരു നല്ല പെൺകുട്ടിയാണ്, ഒരു മരുമകളാണ്. അവളെപ്പോലെ ഒരു നല്ല മരുമകളെ കിട്ടണമെങ്കിൽ മുൻജന്മ സുഹൃത്തം വല്ലതും ചെയ്യണം. എന്നിട്ട് ആദർശിനോട് മുത്തശ്ശി പറയാണ്, നിൻ്റെ മുത്തശ്ശൻ നീ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തരുന്ന നിനക്കൊരു ഉപദേശമുണ്ട്, അതായത് ആരുടെ ഭാഗത്താണോ ശരി അവരുടെ കൂടെ നിൽക്കുക, ഇവിടെ നിൻ്റെ ഭാര്യയുടെ ഭാഗത്താണ് ശരി എങ്കിൽ നീ അവളുടെ കൂടെ നിൽക്കുക, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നീ നിൽക്കേണ്ട താല്പര്യമില്ല, നിൻ്റെ ഇഷ്ടമാണെന്ന് മുത്തശ്ശി ആദർശിനോട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ അബി അവിടെ നിൽപ്പുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ട് സൂഹിക്കുന്നില്ല. എന്നിട്ട് മുത്തശ്ശി എല്ലാവരോടും നല്ല കട്ടയ്ക്ക് കളിപ്പാവും, നിൻ്റെ അച്ഛനും അതുപോലെ മുത്തശ്ശനും വരുമ്പോൾ ഒരു മരുമക്കൾ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല, എല്ലാവരും ഇവിടെ വേണം. 2 പേര് ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ പലർക്കും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ മരുമകളെ പറ്റി പറയുമ്പോൾ 100 നാവാണല്ലോ, പിന്നെന്താ നിൻ്റെ അമ്മയ്ക്ക് മാത്രം ഈ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി കളിച്ച് നിൽക്കുക. എന്നിട്ട് മുത്തശ്ശി നല്ലപോലെ ചൂടായിട്ട് മുത്തശ്ശി നല്ല മറുപടി എല്ലാവരും കൊടുത്തിട്ട് അങ്ങ് നടന്നു പോവാം. അപ്പോൾ ജലജ ഇതുപോലെ പറയും, എന്തായാലും ഏട്ടൻ ഇതുപോലെ സ്വന്തം മോൻ അമ്മയെ മറന്ന് ഭാര്യയെ കൂടുതലായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് ആദർശ് പറയും, അപ്പച്ചിയുടെ കാര്യം നോക്കിയാൽ മതി, ചുമ്മാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ ചൂടാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്നിട്ട് ആദർശം അങ്ങ് നടന്നു പോകും. ഇത് കേട്ടിട്ട് ദേവയാനി പറയും, നിൻ്റെ മോൻ കൈവിട്ട് പോയി, അല്ലാതെ ഇപ്പം വേറൊന്നുമില്ല, ഭാര്യയുടെ പുറകെ നടക്കുകയാണെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി പറയും, നിൻ്റെ മോനെ പോലല്ല എൻ്റെ മോൻ, അവൻ ആരോട് എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവനറിയാം, അല്ലാതെ നിൻ്റെ മോനെ പോലെ സാർജനല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് എപ്പിസോഡ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.